സ്നേഹപിതാവായ ദൈവമേ, ഒരിക്കൽ കൂടി ശ്രവ്യദൃശ്യ മാധ്യമങ്ങളിലൂടെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് എന്നെ അനുവദിക്കുന്നതിന് ഓർത്ത് ദൈവമേ അങ്ങോട്ട് നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും വചനം നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവരെയും ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ മാറ്റമില്ലാത്ത സുവിശേഷം കേൾക്കുവാൻ കാതുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അങ്ങ് ആഗ്രഹിക്കുന്ന മാത്രം എൻ്റെ നാവിലൂടെ പുറത്തു വരാനായിട്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നാളിതുവരെ ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് ദൈവമേ ഞങ്ങളങ്ങയോട് നന്ദി പറയുകയും ചെയ്യുന്നു. ആമീൻ. ഇന്ന് യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം യേശു തൻ്റെ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പല വിവരണങ്ങളിൽ ഒരു വിവരണം മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 12-13 തിരുവാക്യങ്ങളായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിനുശേഷം അവർ രണ്ടുപേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറെ രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. മഗ്ദല മറിയത്തിന് യേശു പ്രത്യക്ഷപ്പെടുന്നു. പത്രോസും യോഹന്നാനും കല്ലറയിലേക്ക് ഓടിപ്പോകുന്നു, യേശുവിനെ കണ്ടുമുട്ടുന്നു. തോമസ് ഒഴികെയുള്ള 10 അപ്പോസ്തലന്മാർ യേശുവിനെ കണ്ടുമുട്ടുന്നു. തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ യേശുവിനെ കണ്ടുമുട്ടുന്നു. യേശുവിൻ്റെ മരണത്തിന് ശേഷം കല്ലറയിൽ അടക്കം ചെയ്തതിന് ശേഷം യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരിൽ 2 പേർ എമാവൂസ് എന്ന സ്വന്തം ഗ്രാമത്തിലേക്ക് പോകുന്ന വിവരണത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ വിവരണമാണ് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. മാർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ 12-13 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ശിഷ്യരിൽ 2 പേർ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോകുന്നു. യേശു വേറെ രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന സമയത്ത് ഇത് വളരെ ഡീറ്റെയിലായിട്ട് വാക്കായിട്ട് കൊടുക്കുകയാണ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ ഏകദേശം 60 സ്ഥാദിയോൺ അകലെയുള്ള എമാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ജെറുസലേമിൽ നിന്ന്, വിശുദ്ധ നഗരമായ ജെറുസലേമിൽ നിന്ന് തങ്ങളുടെ ജന്മദേശമായ എമാവൂസ് ഗ്രാമത്തിലേക്ക് പോകുന്നു. 60 സ്ഥാദിയോൺ എന്ന ഒരു ദൂരത്തിൻ്റെ കണക്ക് കൊടുക്കുന്നു. 60 സ്ഥാദിയോൺ എന്ന് പറയുന്നത് ഇന്നത്തെ ഏകദേശം 11 കിലോമീറ്റർ ദൂരത്തെയാണ് സ്ഥാദിയോൺ എന്ന് പറയുന്നത്. വെള്ളിയാഴ്ചയാണ് ക്രിസ്തു മരിച്ചത്. ശനിയാഴ്ച സാബത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് യേശുവിനെ കല്ലറയിൽ അടക്കുന്നു. വീണ്ടും ഞായറാഴ്ച ഏകദേശം പുലർച്ചെ 3 മണിയോടുകൂടി യേശു ഉത്ഥാനം ചെയ്യുന്നു. പക്ഷേ യേശു ഉത്ഥാനം ചെയ്യുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ഉത്ഥാനത്തിൻ്റെ വാർത്ത പുറത്തു വരുന്നതിന് തന്നെ, ശിഷ്യഗണത്തിൽപ്പെട്ട 2 പേർ തങ്ങളുടെ ഗ്രാമത്തിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടിപ്പോൾ യേശു അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. ജെറുസലേമിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് 2 പേർ നടന്നു പോകുന്നു. അവർ വാദിക്കുന്നു, തർക്കിക്കുന്നു. ജെറുസലേമിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അവരുടെ ഉത്കണ്ഠയും ആകുലതയും ദുഃഖവും മ്ലാനതയും പരാജയവും എല്ലാം അവർ ചർച്ചാ വിഷയമായി മാറുന്നു. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് 2 പേർ നടന്നു പോകുന്ന സമയത്ത് യേശു അവരുടെ കൂടെ കൂടുന്നു. 16-ാമത്തെ വാക്യം നമ്മളിങ്ങനെയാണ് പറഞ്ഞത്, അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. യേശുവിൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ട ആളുകൾ 2 പേർ 3.5 വർഷത്തോളം യേശുവിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന ആളുകൾ യേശു അവരോട് നടന്നിട്ടും യേശുവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിന് കാരണം പറയുന്നു, അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ട്, അതുകൊണ്ടാണ് അവർ നടന്നു പോകുന്നത്. അവർ പോകുന്ന ദിശയെക്കുറിച്ചറിയാം, പോകേണ്ട വഴി അറിയാം, പോകുന്ന വഴിയിലുള്ള പ്രശ്നങ്ങൾ അവർക്കറിയാം. ഭൗതികമായ എല്ലാ കാര്യങ്ങളും കാണുവാൻ അവർക്ക് സാധിക്കുന്നു. എന്നാൽ ആത്മീയമായ കാര്യങ്ങൾ കാണുവാൻ അവർക്ക് സാധിക്കുന്നില്ല. യേശു, തങ്ങളുടെ ഗുരുനാഥൻ, തങ്ങളോടൊപ്പം നടന്നിട്ടും യേശുവിനെ തിരിച്ചറിയാൻ കഴിയില്ല. കാരണം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അനുമാനത്തിലെത്താം, കണ്ണുകൾ മൂടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടു. ആത്മീയ വസ്തുതകളെ വിവേചിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല. തുടർന്ന് നമ്മൾ വായിക്കുന്നു, അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്?
നടന്നുപോയി സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ടുപേരോടൊപ്പം അവർ നടക്കുന്ന അതേ വേഗതയിൽ നടന്ന് അവർക്ക് തിരിച്ചറിയാനാവാതെ നിൽക്കുന്ന ദൈവപുത്രനായ യേശു അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അവർ മ്ലാനവതരായിരുന്നു, മുഖമൊക്കെ വാടിയിരിക്കുകയാണ്. കാരണം അവർക്ക് യേശു രക്ഷകൻ, തങ്ങളെ രക്ഷിക്കുന്നവൻ, ഇസ്രായേലിൻ്റെ സംസ്ഥാപനം നടത്താനിരിക്കുകയാണ്, റോമൻ സർക്കാരിൽ നിന്നും സാമ്രാജ്യത്തിൽ നിന്നും വിമോചനം നേടിത്തരുന്നവൻ, ആത്മീയമായും ഭൗതികമായും സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവൻ. അവർ തങ്ങളോടൊപ്പമുണ്ടെന്ന ചിന്ത അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മ്ലാനവതരായി സംസാരിക്കുന്ന സമയത്ത് യേശു ചോദിക്കുന്നു, നിങ്ങളെന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അവരിൽ ക്ലെയോപ്പാസ് എന്ന് പേരായ ഒരുവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അല്ലെങ്കിൽ ആ ദേശത്ത് സാധാരണഗതിയിൽ ആളുകൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് യേശു കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ യേശുവിനെ പരിപൂർണമായും ആ ദേശക്കാരനല്ല, ഒരു അപരിചിതനായിട്ട് അവർ കണക്കുകൂട്ടി. യേശുവിനെ തിരിച്ചറിയാൻ, ഉത്തിതനായ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചതുമില്ല. അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? നസ്രായ യേശുവിനെക്കുറിച്ച് തന്നെ. ഏത് കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, നസ്രായനായ യേശുവിനെക്കുറിച്ചാണ് അവർ ചർച്ചയെന്ന് പറഞ്ഞു. അവൻ ദൈവത്തിൻ്റെ മനുഷ്യരുടെ മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഇപ്പോൾ യേശുവിനെക്കുറിച്ച് തങ്ങൾക്കുള്ള അറിവ് അവരെ പ്രകടിപ്പിക്കുന്നു. അവരൊറ്റ കാര്യം മാത്രമാണ് പറയുന്നത്, യേശു ഒരു പ്രവാചകനായിരുന്നു. അല്ലാതെ യേശുവിനെ ദൈവപുത്രനെന്നോ ലോകരക്ഷകനെന്നോ ആണെന്നോ ഈ 3.5 വർഷക്കാലം യേശുവിനോട് നടന്നിട്ട് അവർക്ക് മനസ്സിലായില്ല. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാർ നേതാക്കൾ അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് യേശുവിനോട് തന്നെ പറയാണ്, അവനെ കൊന്നത് ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരാണ്. അന്നാസ് മഹാപുരോഹിതൻ, മുൻ വർഷത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യപ്പാസ്, ഇവരെല്ലാം ചേർന്നാണ് യേശുവിനെ കൊലപ്പെടുത്തിയെന്ന കാര്യം അവർ ഒന്നും കൂടെ ആവർത്തിക്കുന്നു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ കാണുന്നു. ഒന്ന്, യേശുവിനെ ദൈവപുത്രനായിട്ട് കാണാൻ പറ്റിയില്ല. 2, ഇസ്രായേലിലെ വിമോചകനാണെന്ന് അവർ വിശ്വസിച്ചില്ല, പകരം പ്രതീക്ഷിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഈ 2 കുറവുകൾ ഈ ക്ലെയോപ്പാസിനൊപ്പം യാത്ര ചെയ്യുന്നത് ക്ലെയോപ്പാസിൻ്റെ ഭാര്യയാണെന്നാണ് സുവിശേഷ പണ്ഡിതന്മാർ പറയുന്നത്. സഭാപിതാക്കന്മാർ ആ വാദത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു കുടുംബം യാത്രയാവുന്നു. വലിയ ദുഃഖത്തോടു കൂടിയുള്ള ഒരു കുടുംബത്തിൻ്റെ യാത്രയാണ് നടക്കുന്നത്. ആ കുടുംബത്തിൻ്റെ വേദനകളിൽ, ആത്മീയമായ കാര്യങ്ങളിൽ ലോകരക്ഷകൻ, നിത്യരക്ഷകൻ, അല്ലെങ്കിൽ സ്വർഗ്ഗകവാടം മനുഷ്യനെ തുറക്കുന്നവൻ, അങ്ങനെ വലിയ രക്ഷയുടെ വാഗ്ദാനമായി നിൽക്കുന്ന യേശുവിൻ്റെ പരാജയത്തെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണെന്ന് ഞങ്ങൾ കരുതി, എന്നാൽ സംഭവിച്ചില്ല. ഇതൊക്കെ സംഭവിച്ചിട്ട് 3-ാമത്തെ ദിവസമാണ്. 3-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച യേശുവിൻ്റെ ക്രൂശീകരണം, മരണം സംഭവിക്കുന്നു, കല്ലറയിൽ അടക്കുന്നു. ശനിയാഴ്ച സാബത്ത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം ഞായറാഴ്ചയാണ്. പണ്ട് ശനിയാഴ്ച സാബത്താണ് യഹൂദർ ആചരിച്ചെങ്കിൽ ഇന്ന് അത് ശനിയാഴ്ചയാണ്. ഇന്ന് കർത്താവിൻ്റെ ദിനമാണ് ആചരിക്കുന്നത്, സാബത്തല്ല ആചരിക്കുന്നത്, കർത്താവിൻ്റെ ദിനമാണ് ആചരിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറങ്ങയിൽ പോയിരുന്നു, അവൻ്റെ ശരീരം അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾ ദൂതന്മാർ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നത് അറിയിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ സമൂഹമായിട്ട് നിൽക്കുന്നു. സുവിശേഷ പണ്ഡിതന്മാർ പറയുന്നു, യേശു മരിച്ചതിന് ശേഷം 12 അപ്പോസ്തലന്മാരും 72 യേശു വീണ്ടും തിരഞ്ഞെടുത്ത ശിഷ്യന്മാരും 36ഓളം സ്ത്രീകളും 120ഓളം പേര് ഒന്നിച്ച് ഭയന്ന് വിറച്ച് പല സ്ഥലത്തായിട്ട് അവർ താമസിക്കുന്നു. ആ താമസ സമയത്ത് പറയുന്നത്, ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറയിലേക്ക് പോയ സമയത്ത് ഞങ്ങളെ വിസ്മയിപ്പിച്ചു. കാരണം അവർക്ക് യേശുവിൻ്റെ ദർശനമുണ്ടായി. അവർ കല്ലറയിൽ പോയ സമയത്ത് യേശുവിൻ്റെ മൃതശരീരം പൊതിഞ്ഞ വസ്ത്രം, ശിരസ് മൂടിയിരുന്ന വസ്ത്രം, മുഖം മറച്ചിരുന്ന വസ്ത്രമെല്ലാം അവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ യേശുവിനെ അവർ കണ്ടില്ല. ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നൊക്കെ പലരും കല്ലറയിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അപ്പോസ്തലന്മാരുടെ സമൂഹത്തിലുള്ള പത്രോസും യോഹന്നാനും കല്ലറയിലേക്ക് പോകുന്നു. ആ കല്ലറയിൽ പോയ സമയത്ത് ഒഴിഞ്ഞ കല്ലറ അവരും കാണുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ. ഇത്തരം പറഞ്ഞ സമയത്ത് യേശു അവരെ വിളിക്കുന്നൊരു പേരാണ് ഭോഷന്മാരെ. പലപ്പോഴും നമ്മൾ യേശു ദൈവപുത്രൻ, കരുണ, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത എന്നൊക്കെ പറഞ്ഞെങ്കിലും അപൂർവ അവസരങ്ങളിൽ യേശു ക്ഷോഭം പുറപ്പെടുവിക്കുന്നുണ്ട്. ചില സുവിശേഷ പണ്ഡിതന്മാർ പറയാറുണ്ട് ഹോളി ആങ്കർ എന്ന്. നമ്മൾ കാണുന്നുണ്ട് ഹെറോസിനെ കുറുക്കൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു. പോയി ആ കുറുക്കനോട് പറയൂ എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ജെറുസലേം ദേവാലയത്തിലെ വിജാതിയർക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലത്ത്
കാളയും ആടുമാടുകളും പ്രാവിനെയൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകൾ കയ്യേറി വിജാതിയർക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതിരുന്ന സമയത്ത് അവരെല്ലാം അവിടുന്ന് ചമ്മട്ടികൾ കൊണ്ട് അടിച്ചോടിക്കുന്നത് കാണുന്നു. സാബത്ത് നാളിൽ കൈ ശോഷിച്ചുപോയ മനുഷ്യനെ സൗഖ്യമാക്കിയതിനെ തുടർന്നുണ്ടായിരുന്ന വിവാദത്തിൽ ഫരിസേയരോട് അദ്ദേഹം കോപിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ യേശു ഇവിടെ വിളിക്കുന്നു ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയുന്ന ഹൃദയം മന്ദീഭവിച്ചവരെ. രണ്ടാമത്തെ ആഘാതം, ഒന്ന് ഭോഷന്മാരെ അല്ലെങ്കിൽ വിഡ്ഢികളെ എന്ന് വിളിക്കുന്നു, രണ്ടാമത് വിളിക്കുന്നു ഹൃദയം മന്ദീഭവിച്ചവരെ. ഹൃദയം മന്ദീഭവിച്ച് പോയതുകൊണ്ട് തന്നെ അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലേ? ഇപ്പോൾ ക്രിസ്തു ജീവിച്ചിരിക്കുന്ന സമയത്ത് തൻ്റെ ക്രൂശീകരണം, ചമ്മട്ടികൾ കൊണ്ടുള്ള പീഡനം, ക്രൂശിലുള്ള മരണം, കുന്തത്താൽ ഹൃദയം കുത്തിപ്പിളർക്കുന്നു, അവസാനത്തുള്ളി വെള്ളവും രക്തവും ചിന്തുന്നു, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത്, അല്ലെങ്കിൽ അവസാനം മരണത്തെ കീഴടക്കി ഉത്ഥാനം ചെയ്ത് മരണത്തിന് മേൽ വിജയം ആഘോഷിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞത് അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല. മോശ തുടങ്ങിയ എല്ലാ പ്രവാചകനും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നതെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ച് കൊടുത്തു. തിരുലിഖിതങ്ങളിൽ മോശയുടെ കാലം മുതൽ പറയുന്ന പ്രവചനങ്ങളിലെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വിവിധ പഴയ നിയമഗ്രന്ഥങ്ങളിൽ വരുന്ന പ്രവചനങ്ങളും അതിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ച് ക്രിസ്തു അവരെ പഠിപ്പിക്കുന്നു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടെത്തിയപ്പോൾ അവൻ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. എമ്മാവൂസിലെത്തിയ സമയത്ത്, അല്ലെങ്കിൽ 11 കിലോമീറ്റർ യാത്ര ചെയ്ത് എമ്മോസ് ഗ്രാമത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ക്ലെയോപ്പാസും ഭാര്യയും തങ്ങളുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് യേശു തുടർന്ന് നടക്കുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചു തങ്ങളുടെ കൂടെ താമസിക്കാൻ അവർ അവനെ നിർബന്ധിക്കുന്നു. സമാര്യക്കാരി സ്ത്രീയുമായിട്ട് യേശുവിൻ്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സമാര്യക്കാരി സ്ത്രീ ആ നാട്ടിലെ ജനങ്ങളും യേശുവിനെ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, സിക്കാർ പട്ടണത്തിനടുത്തുള്ള സമാരിയയിലെ പട്ടണത്തിലേക്ക്. യേശു അവിടുത്തെ കയ്യിൽ കടന്നു ചെല്ലുകയും 3 ദിവസം യേശു അവരോടൊപ്പം താമസിക്കുകയും ചെയ്തു. ഇവിടെ യേശുവിനെ ക്ലെയോപ്പാസും ഭാര്യയും തങ്ങളുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. ആ ക്ഷണിക്കുന്ന സമയത്ത് യേശു അവരോട് കൂടെ താമസിക്കുന്നു. ഞങ്ങളോട് കൂടെ താമസിക്കുക. വേറെ ചില ട്രാൻസ്ലേഷന് നാഥ കൂടെ വസിക്കണമേ എന്നാണ് നമ്മൾ വായിക്കുന്നത്. നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോട് താമസിക്കുവാനായിട്ട് കയറി. പ്രാർത്ഥനയുടെ സമയമെടുക്കുന്നു. നേരം അസ്തമിക്കാറായി, സൂര്യൻ അസ്തമിക്കുന്നു, ഇരുട്ടാകുന്നു. അതുകൊണ്ട് യാത്ര തുടരണ്ട എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവരുടെ കൂടെ താമസിക്കുന്നു. അവരോടൊപ്പം ഭക്ഷണത്തിരുന്ന സമയത്ത് യേശു അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ആ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് മുൻപ് 5 അപ്പം 2 മീനും 5000 പേർക്കായിട്ട് വർദ്ധിപ്പിച്ച് നൽകുന്നതിന് മുമ്പ് യേശു പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഇവിടെയും പ്രാർത്ഥിക്കുന്നു. ഭക്ഷണത്തിരുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പം എടുക്കുന്നു, മുറിച്ച് ആശീർവദിച്ചിട്ട് കൊടുക്കുന്നു. യേശു ഇതിനു മുമ്പ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം എടുത്തുകൊണ്ട് പറഞ്ഞത് എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ശരീരം വാങ്ങി ഭക്ഷിക്കുകയും വീഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞത് എൻ്റെ രക്തമാകുന്നു, എൻ്റെ രക്തം വാങ്ങി പാനം ചെയ്യുകയും ചെയ്യുന്നവർ, എൻ്റെ ശരീരം വാങ്ങി ഭക്ഷിക്കുന്നവർ, എൻ്റെ രക്തം വാങ്ങി പാനം ചെയ്യുന്നവർ. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ശരീരമാണ് യഥാർത്ഥ ഭക്ഷണം, എൻ്റെ രക്തമാണ് യഥാർത്ഥ പാനീയം. ഇത് പറഞ്ഞുകൊണ്ടാണ് യേശു വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനം യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ കൊടുക്കുന്നത്. തൻ്റെ അന്ത്യത്താഴ്വേളയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലായിട്ട് പഠിപ്പിക്കുകയും ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിനെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുന്നു, കൽപ്പിക്കുകയും ചെയ്യുന്നു. അവർക്ക് അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പം എടുത്ത് ആശീർവദിച്ച് കൊടുത്ത സമയത്ത് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അതുവരെ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഇതിൻ്റെ ഒരു സമാന്തരമായ ഒരു കാഴ്ച നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം നമ്മളിങ്ങനെ വായിക്കുന്നു, ആദം ഹൗവ ദമ്പതികൾ സായാഹ്ന സവാരിക്ക് പോകുന്നു, ദൈവം അവരോടൊപ്പം നടക്കുന്നു. അല്ലെങ്കിൽ ദൈവം ഒപ്പം നടക്കുന്ന ഒരു കുടുംബം. ഇവിടെ നമ്മൾ മറ്റൊരു കുടുംബം കാണുന്നു, ദൈവത്തിന് പകരം ദൈവപുത്രനൊപ്പം നടക്കുന്ന കുടുംബം. 11 കിലോമീറ്റർ നടക്കുന്നു സായം സന്ധ്യയിൽ. ഉൽപ്പത്തി പുസ്തകം നമ്മൾ കാണുന്നു, ആദം ഹൗവ ദമ്പതികൾ കഴിക്കരുത് എന്ന് പറഞ്ഞ ഭക്ഷണം കഴിക്കുകയും നന്മ തിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുകയും നന്മ തിന്മയും തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുകയും അവരെ കണ്ണുകൾ തുറക്കപ്പെട്ട സമയത്ത് ദൈവകൽപ്പനയുടെ ലംഘനമാണ് അവർ ചെയ്തത്. അതിനെക്കുറിച്ച് അവർ പശ്ചാത്തപിക്കുകയോ പരിതപിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ ഇവിടെ ദൈവം കൂടെ നടക്കുന്നു,
ജനം ക്ലെയോപ്പാസും ഭാര്യയും തങ്ങളുടെ ആകുലത യേശുവിനോട് പറയുന്നു. യേശു അവരുടെ ആകുലതയ്ക്ക് പരിഹാരമുണ്ടാക്കുന്നു. യേശു അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് കൊടുത്ത സമയത്ത് വചനം പറയുന്നു, അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അന്ന് കണ്ണുകൾ മൂടപ്പെട്ടെങ്കിൽ, അന്ന് പഴം കഴിച്ച് കണ്ണുകൾ മൂടപ്പെട്ടെങ്കിൽ, ഇന്ന് അപ്പം കഴിച്ച് കണ്ണുകൾ തുറക്കപ്പെടുന്നു. അന്നും ദൈവം കൂടെ നടന്നു, ഇന്ന് യേശു കൂടെ നടക്കുന്നു. ഇന്നത്തെ യാത്ര അനുഗ്രഹത്തിൻ്റെ യാത്രയാണ്. അന്നത്തെ യാത്ര ശാപത്തിലേക്കാണ് അവരെ നയിച്ചത്. അവർ അവനെ തിരിച്ചറിഞ്ഞു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് അവർക്ക് നൽകി കൊടുത്ത് അവരത് വാങ്ങി ഭക്ഷിച്ച സമയത്ത് അവൻ കണ്ണുകൾ തുറക്കപ്പെടുന്നു, അവനെ തിരിച്ചറിയുന്നു. കണ്ണുകൾ തുറക്കപ്പെട്ട സമയത്ത് യേശുവിനെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നു. അല്ലെങ്കിൽ പലപ്പോഴും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, നമ്മുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്നു. ആത്മീയമായ നമ്മൾക്ക് ഒന്നും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പൗലോസ് ദമാസ്കസിലേക്കുള്ള യാത്രയായ സമയത്ത് കുതിരപ്പുറത്തൊരു മിന്നലൊളി അവൻ്റെ മേൽ പതിക്കുന്നു. അവൻ കുതിരപ്പുറത്തുനിന്ന് വീഴുന്ന പൗലോസ് ചോദിക്കുന്നു, നീ ആരാണ്? നീ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് മറുപടി കിട്ടുന്നുണ്ട്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. സഭയാണ് പൗലോസ് പീഡിപ്പിക്കുന്നത്. എന്നാൽ മറുപടി പറയുന്നത്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. സഭയെ പീഡിപ്പിക്കുമ്പോൾ ക്രിസ്തുവിനെയാണ് പീഡിപ്പിക്കുന്നത്. ഈ ചിന്തയാണ് അവിടെ പങ്കുവയ്ക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ തുടർന്ന് വായിക്കുന്നത്, ഋജുവേദിയിൽ ഭവനത്തിൽ ചെന്നിരുന്ന് 3 ദിവസം കണ്ണ് കാണാതെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അതേസമയം തന്നെ ദൈവദൂതൻ അനന്യാസ് എന്നൊരു ദൈവപുരുഷനോട് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. അവൻ സഭയെ പീഡിപ്പിക്കുന്നവനായതുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ദൈവദൂതൻ കൽപ്പിച്ചതുകൊണ്ട് അനന്യാസ് സാവൂൾ താമസിക്കുന്ന ഭവനത്തിലേക്ക് പോകുന്നു. സാവൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞ സമയത്ത് വചനം ഇങ്ങനെ പറയുന്നു, ചിതമ്പലുകൾ പോലെ എന്തോ ഒന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്ന് അടർന്ന് താഴെ വീണു. അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ച തിരിച്ചു കിട്ടി. അല്ലെങ്കിൽ ആത്മീയമായ അന്ധത മാറി പൗലോസ് തിരിച്ചു വന്നു. ആത്മീയമായ അന്ധത മാറി ആദം ഹവ്വ ദമ്പതികൾ തിരിച്ചു വന്നു. അതുപോലെ തന്നെ ഈ അപ്പം മുറിച്ച് വിഭജിച്ച് നൽകിയ സമയത്ത് ക്ലെയോപ്പാസും ഭാര്യയും അവരുടെ അന്ധത മാറി യേശുവിനെ അവർ തിരിച്ചറിഞ്ഞ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. അവർ അവരുടെ മുൻപിൽ നിന്ന് അപ്രത്യക്ഷനായി. യേശുവിനെ തിരിച്ചറിഞ്ഞതിന് ശേഷം യേശു അവിടെ നിൽക്കുന്നില്ല, അവരുടെ മുൻപിൽ നിന്ന് മാറുന്നു. ഉത്തിതനായ ക്രിസ്തുവിനെ പ്രകാശ തരത്തിലുള്ള വസ്ത്രം, അല്ലെങ്കിൽ ഭൂമിയിലെ ആർക്കും തയ്ച്ചെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള താബോർ മലയിലെ രൂപാന്തരീകരണ വേളയിൽ ഉണ്ടായിരുന്നത് പോലുള്ളൊരു വസ്ത്രം, തേജസ്കരിക്കപ്പെട്ട ശരീരം, ആ ശരീരത്തിൽ നിൽക്കുന്ന കൊണ്ട് തന്നെ യേശുവിനെ നിമിഷ നേരം കൊണ്ട് ജനത്തിൻ്റെ മുൻപിൽ നിന്ന് നീങ്ങിപ്പോകുവാനായിട്ട് സാധിക്കുന്നു. അത് കഴിഞ്ഞ സമയത്ത് അവർ പറയുന്നൊരു കാര്യമുണ്ട്, അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചപ്പോൾ, നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. വിശുദ്ധ ലിഖിതം നമ്മൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന സമയത്ത് മുൻപ് മനസ്സിലാകാതിരുന്ന വിശുദ്ധ ലിഖിതത്തിൻ്റെ നിഗൂഢമായ മറഞ്ഞിരിക്കുന്ന ആത്മീയമായ സത്യങ്ങളും രഹസ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജെറുസലേമിലായിരുന്ന ശിഷ്യന്മാർ വിശുദ്ധ നഗരമായ ജെറുസലേം വിട്ട് യേശുവിൻ്റെ ആത്മീയമായ സാന്നിധ്യവും വിട്ട് തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് പോയി എന്ന് പറഞ്ഞ് അവരുടെ പഴയ തൊഴിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. എന്നാൽ തിരിച്ചുപോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്ന യേശു, വിശ്വാസത്തിൽ നിന്ന് വഴുതി വീണ വിശ്വാസവീരന്മാരെ തിരികെ കൊണ്ടുവരുന്ന യേശു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത്, നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ വരുന്ന സമയത്ത്, രോഗപീഠകൾ, സാമ്പത്തിക പ്രതിസന്ധി, ബിസിനസ് മേഖലയിലെ തകർച്ച, വരുമാനങ്ങളിലെ തകർച്ച, ആപത്ത്, അപകടം, പ്രകൃതി ദുരന്തമൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട്, ഞാൻ എത്രയോ പ്രാർത്ഥിച്ചു, എത്രയോ പ്രാവശ്യം ഉപവസിച്ച് പ്രാർത്ഥിച്ചു, എത്രയോ ദിവസം മുടക്കമില്ലാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, എത്രയോ പ്രാവശ്യം ഞാൻ സുവിശേഷം വായിച്ചു, സുവിശേഷം വായിക്കുക മാത്രമല്ല കൈകൾ കൊണ്ട് സുവിശേഷം എഴുതി, ദാനധർമ്മ പ്രവൃത്തികൾ ചെയ്തു, ദശാംശം കൊടുത്തു. ഇതെല്ലാം ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ദുഃഖവും ദുരിതവും ഉണ്ടാകുന്നു? ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യൻ്റെ കണ്ണുകളിൽ വിലയേറിയതും വിലപ്പെട്ടതുമായത് യേശുവിന് മുൻപിൽ വിലപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ട സമയത്ത്
ഭൗതികമായ ഒരു കാര്യവും പറഞ്ഞില്ല. മോശ മുതൽ യേശു വരെയുള്ള വിശുദ്ധ ലിഖിതം വിശദീകരിച്ച് കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആത്മീയജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് പറയുന്നത്. വിശുദ്ധ ലിഖിതം വായിക്കുക, വിശദീകരിക്കുക, വ്യാഖ്യാനങ്ങൾ കേൾക്കുക. 2, യേശുവിൻ്റെ ശരീരം വാങ്ങി ഭക്ഷിക്കുക, യേശുവിൻ്റെ രക്തം വാങ്ങി പാനം ചെയ്യുക. അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയും വിശുദ്ധ സുവിശേഷവും ഉണ്ടെങ്കിൽ ഒരാളുടെ ആത്മീയ ജീവിതത്തിലെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുന്നുവെന്ന ആത്മീയ സത്യം നമ്മളിവിടെ പഠിപ്പിക്കുന്നു. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് പോയി എന്ന് പറയുന്നു. തങ്ങളുടെ വഴി തെറ്റായ വഴിയാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് പലപ്പോഴും പറയാറുണ്ട് ടേക്ക് എ യു ടേൺ എന്ന്. നമ്മൾ ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത്, വഴി തിരിച്ചു പോകുന്ന സമയത്ത് പലപ്പോഴും ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പറയുന്നതാണ് ക്രോസ് റോഡ്സ്, ടേക്ക് യു ടേൺ, യു ആർ ഓൺ ദ റോങ് ട്രാക്ക്. അപ്പോൾ നമ്മുടെ വഴികളിൽ, നമ്മൾ തെറ്റായ വഴികളിലൂടെയാണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ, ആത്മീയ മേഖലയിൽ ശരിയായ പാതയിലല്ല നമ്മൾ നയിക്കപ്പെടുന്നതെങ്കിൽ, യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞ സമയത്ത് മുൻപ് ആധ്യാത്മിക ജീവിതം നയിച്ച ആളുകൾ ഒരു പിന്മാറ്റക്കാരനായി മാറിയിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും പറയാറുണ്ട് സം ഓഫ് ദം ഹാവ് ബിക്കം ബാക്ക് സ്ലൈഡേഴ്സ്, പിന്മാറ്റക്കാരായി മാറി. അവർ വിശ്വാസത്തിൽ നിന്ന് പുറകിലേക്ക് പോകുന്നു. ജീവിതത്തിലെ പ്രതികൂലങ്ങൾ കടന്നു വന്ന സമയത്ത് പിന്മാറ്റക്കാരായി മാറിയിട്ടുള്ള ആളുകൾ, യേശു നിങ്ങളോടൊപ്പം നടക്കുന്നു. യേശു നിങ്ങൾക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്നു, വിശുദ്ധ ലിഖിതം വ്യാഖ്യാനിച്ചു തരുന്നു. ആ വ്യാഖ്യാനിച്ചു തരുന്ന സമയത്ത് നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. നിങ്ങൾക്കൊരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, ആത്മീയ ജീവിതത്തിൽ ഒരു പിന്മാറ്റക്കാരനായി പിന്മാറി ആത്മീയ വഴികളിൽ നിന്ന് വേറൊരു വഴിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, യേശു നിങ്ങളോട് കൂടെ നടക്കുന്നു, നിങ്ങളുടെ കരം പിടിക്കുന്നു, നിങ്ങൾക്ക് വേണ്ട ആത്മീയ ആഹാരം നൽകുന്നു, യേശുവിൻ്റെ ശരീരവും രക്തവും നൽകുന്നു, നിങ്ങളൊരു പുതു സൃഷ്ടിയാക്കുന്നു. വചനം പറയുന്നുണ്ടല്ലോ, പഴയതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞെന്ന്. ഈ പുതിയത് വന്നു കഴിഞ്ഞ സമയത്ത് നിങ്ങൾ വീണ്ടും സുവിശേഷവാഹകരായി നിങ്ങളെ മാറ്റും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ഹൃദയങ്ങളെ ജ്വലിപ്പിച്ചവൻ യേശു. ആ യേശു നിങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും നിങ്ങളെ ആത്മീയ പാതയിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പെന്തക്കോസ്ത് തിരുനാളോടനുബന്ധിച്ച് പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുകയും ഒരു പുതിയൊരു അഭിഷേകം നേടുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.